നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റോഡ്രി FC ബാഴ്സലോണയിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യപ്പെട്ടല്ലോ. അതിനുശേഷം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. റോഡ്രി ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച നമ്പർ 6 ആണ്. ആ പൊസിഷനിൽ കളിക്കാൻ അവനോളം മികച്ച മറ്റൊരു താരം ഇന്ന് ലോകത്തില്ല. വളരെ മികച്ച രൂപത്തിൽ അവൻ കളി കൺട്രോൾ ചെയ്യും, ഒപ്പം ഡിഫൻസിലും അവന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി പെഡ്രി അവിടെയുണ്ട്, റോഡ്രി കൂടി വരുന്നു. ബാഴ്സയുടെ മധ്യനിര ഈ ഒരു സീസണിൽ ബാഴ്സയുടെ മധ്യനിര എതിരാളികൾ ആരും ഭയക്കുന്ന ഒന്നാണ്. മധ്യനിരയിൽ ബാഴ്സലോണയോട് മുട്ടി കളി പിടിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമാവില്ല. ബാഴ്സയുടെ മിഡ്ഫീൽഡിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ പരിശോധിക്കുകയാണ്. 9 മിഡ്ഫീൽഡർമാരെ നമ്മൾ നോക്കുന്നു. 9 ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സാണ്. ഈ സ്ക്വാഡിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ നാളെ ബാഴ്സലോണ സ്ക്വാഡിൻ്റെ വിശകലനങ്ങളുമായിട്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. നാളത്തെ നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 2 വീഡിയോസ്, ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡ് വിശകലനവും പിന്നെ FC ബാഴ്സലോണയുടെ സ്ക്വാഡ് വിശകലനവുമാണ്. ഏതായാലും പോഡ്കാസ്റ്റ് ചാനൽ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചാനലിൽ പെട്ടെന്ന് വരുന്ന വാർത്തകളും മറ്റുമൊക്കെയാണല്ലോ ചെയ്യുന്നത്. അതേസമയം വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെയാണ് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. 9 ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ് ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ 3 മധ്യനിര താരങ്ങളെ വെച്ചുകൊണ്ട് ഫ്ലിക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഒരു പക്ഷേ ഇങ്ങനെയാകും: പെഡ്രി, റോഡ്രി, ഫെർമിൻ. പോരെ പൂരം. ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ ബി ഉണ്ട്. എന്താണെന്നറിയോ? ഡിയോങ്. അദ്ദേഹത്തിൻ്റെ പരിക്ക് മാറി മടങ്ങിയെത്തട്ടെ, ചെറിയ ചില ഇഷ്യൂസ് അവിടെ ഉണ്ട്, എന്തായാലും അദ്ദേഹം മടങ്ങിയെത്തും. ഡിയോങ്, ഓൾമോ, ബെർണാൽ. ഇനി സി ആണെങ്കിലോ, ഓപ്ഷൻ സിയിലേക്ക് പോയാലോ? സാവി എസ്പാർട്ട്. എന്തൊരു കളിയാണ് അവൻ കഴിഞ്ഞ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ കളിച്ചത്. സാവി എസ്പാർട്ട്, പിന്നെ ടങ്കഴ. അപ്പോൾ തീർച്ചയായിട്ടും 9 ഔട്ട് ഓഫ് 9 ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സാണ് ഇപ്പോൾ FC ബാഴ്സലോണക്കുള്ളത്. ഈ ബാഴ്സ ടീമിൻ്റെ മധ്യനിരയെ മറികടന്നുകൊണ്ടൊരു കളിയിൽ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നുള്ളത് ഏതൊരു ടീമിനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ബാഴ്സയ്ക്ക് ഇപ്പോൾ ഉള്ള ഒരു പോരായ്മ എന്ന് പറയാനുണ്ടെങ്കിൽ അത് മുന്നേറ്റ നിരയിൽ ഒരു സ്ട്രൈക്കർ, ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ജോയിൻ ക്യാമ്പർ ട്രോഫി ഉണ്ട്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലൊക്കെ റാഫീഞ്ഞയെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചിരുന്നു കോച്ച് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ക്യാപ്റ്റൻ സ്ട്രൈക്കർ റോളിൽ വരുമോ? അതായത് ഇടതുപാർശ്വത്തിൽ ആൻ്റണി ഗോർഡനെയാണ് ഉപയോഗിക്കുന്നത്, വലതുപാർശ്വത്തിൽ ലമീൻ യമാൽ. ഗോളടിക്കാൻ സ്ട്രൈക്കറുടെ റോളിൽ റാഫീഞ്ഞ സക്സസ് ആകുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.